ഹലോ ഗായ്സ്, വെൽക്കം ടു ദേവദേവസ് വ്ലോഗ്. ഇപ്പം നമ്മളാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കറിയാണ്. സൂപ്പർ കറിയാണ്, അടിപൊളി ചൂരക്കറിയാണ്. ഇച്ചിരി ഇച്ചിരി ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെയാണെങ്കിൽ അത് ഇച്ചിരി ബോയിലായി കഴിഞ്ഞിട്ട് ഇച്ചിരി കടുക് പിന്നെ ഉലുവയും ഇട്ട് കൊടുത്തിട്ട് അത് പൊട്ടിക്കഴിഞ്ഞിട്ട് അതൊന്ന് കലക്കി ഇങ്ങനെ വഴറ്റിയിടും. പിന്നെയാണ് ഇച്ചിരി ഇഞ്ചിയെല്ലാം കട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് പിന്നെയാണെങ്കിൽ അതാണെങ്കിൽ ഇച്ചിരി വഴറ്റിയെടുക്കണം. വഴറ്റി എടുത്ത് കഴിയുമ്പോൾ ഇച്ചിരി കൊച്ചുള്ളി കട്ടാക്കിയിട്ട് അതും ഇച്ചിരി കൊടുത്തിട്ട് പിന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇച്ചിരി കരിവേപ്പില ഇച്ചിരി എടുക്കണം. കണ്ടോ, നല്ല നാടൻ കരിവേപ്പില. അതും ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി ഒന്ന് കലക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പക്ഷേ ഇച്ചിരി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കാണെങ്കിൽ ഇച്ചിരി ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇച്ചിരി കഴിഞ്ഞിട്ട് ഇച്ചിരി മഞ്ഞളും ഇട്ട് കൊടുത്തിട്ട് അങ്ങ് കലക്കി കഴിഞ്ഞിട്ട് നമുക്കാണെങ്കിൽ ഇച്ചിരി അല്പം വെള്ളം ഒന്ന് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അത് മസാല കരിഞ്ഞു പോകാതെ ഇരിക്കാൻ വേണ്ടിയാണ് വെള്ളം ഒഴിക്കുന്നത്. ഇപ്പം വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇച്ചിരി അങ്ങ് കലക്കാം. ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിക്കണം. എന്താണെങ്കിൽ ഒഴിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കലക്കി കൊടുക്കാം. ചൂരക്കറിക്കാണെങ്കിൽ ഇച്ചിരി വെള്ളം കൂടുതൽ വേണം. നല്ല മണം വരുന്നുണ്ട്. പിന്നെ ഇച്ചിരി അല്പം ഉപ്പ് ഇച്ചിരി ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി കുടംപുളി ഇട്ട് കൊടുക്കാം. പിന്നെ വെള്ളം അധികം ഒഴിക്കണം. മീൻകറിക്കല്ലേ, ചൂരക്കറിയാണ്, അപ്പാണെങ്കിൽ വെള്ളം ഇച്ചിരി ഒഴിക്കണം കൂടുതൽ. അതൊന്ന് ഇങ്ങനെ കലക്കി പിന്നെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ മീൻ കറിയായിരുന്ന പോലെ ഒന്ന് ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇച്ചിരി ഉപ്പിടണം. ഉപ്പ് കുറഞ്ഞു പോയി. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. പിന്നെ ഇച്ചിരി നേരം അത് അടച്ചു വെക്കണം. അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് ഇച്ചിരി മീനെല്ലാം ഇട്ട് കൊടുക്കണം. ചൂര മീനാണെങ്കിൽ ഇട്ട് കൊടുക്കണം. ചൂര മീനാണെങ്കിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കാണെങ്കിൽ ഒന്ന് കലക്കാം. ഇത്തിരി വെള്ളമാണെങ്കിൽ മീൻ കറി അതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കലക്കല്ലേ. കലക്കി കഴിഞ്ഞാൽ അതാണെങ്കിൽ ഇങ്ങനെ കലക്കി കഴിഞ്ഞാൽ അതാണെങ്കിൽ അതിൻ്റെ ദശയാണെങ്കിൽ ഇറങ്ങിപ്പോവും. അപ്പാണ് ഇച്ചിരി ഇങ്ങനെ ബൗളാണെങ്കിൽ അങ്ങ് ആട്ടിയാൽ മതി. അപ്പാണെങ്കിൽ ഇതങ്ങ് കലങ്ങിക്കോളും.
അപ്പം ഇങ്ങനെ ആട്ടിയാൽ മതി, ആണെങ്കിൽ കലങ്ങിക്കോളും. പിന്നെ ഇച്ചിരി കരിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം നല്ല ചൂരക്കറീൻ്റെ മണം വന്നു, നല്ല മണം. അപ്പോൾ നമ്മളാണ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.